രതീഷ് ഇപ്പൊ നോറയോട് ചില കാര്യങ്ങൾ പറഞ്ഞു ലൈവില്. നിങ്ങളെ കയറ്റിവിട്ട ആളുകൾ തന്നെയാണ് എന്നെയും കയറ്റിവിട്ടത്. എന്തിനാണ് ഇവരെയൊക്കെ എന്നെ പേടിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എത്ര സേഫ് ഗെയിമേഴ്സ് ആണ് ഈ വീട്ടിലുള്ളത്. ഫ്രണ്ട് സർക്കിൾ ഉണ്ടാക്കിയ എല്ലാരും മിണ്ടാതിരിക്കുവാണ്. ആ സർക്കിളിൽ ഒരാളെ ആക്രമിക്കാൻ പോയാലും ഉറുമ്പം കൂട്ടം ആക്രമിക്കുന്ന പോലെ അങ്ങ് ആക്രമിക്കുക. നമ്മളോട് സാധാരണ ഒരാള് എന്തിനാ നിൽക്കുന്നത് എന്ന് ചോദിച്ചാല് നമ്മൾ എന്താ പറയുന്നത്, വെറുതെ നിൽക്കുവാടാ എന്ന് പറയും കാഷ്വൽ ആയിട്ട്. പക്ഷെ സേഫ് ഗെയിമേഴ്സ് കൈയും കെട്ടി നോക്കി നിൽക്കും. മാക്സിമം ലാഗ് അടുപ്പിച്ചിട്ട് റിപ്ലൈ പറയും. അപ്പൊ നോറ പറയുന്നുണ്ട്, എന്നെ 2 തവണ ജയിലിലിട്ടു, പ്രതികരിച്ചതിനാണ് എന്നെ ജയിലിലിട്ടത്. സത്യങ്ങളെല്ലാം അറിയാവുന്ന ഈ വീട്ടിലെ ഒരേ ഒരു വ്യക്തിയാണ് ഞാൻ. പ്രതികരിച്ചതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ളത് ഞാനാണ്. ആരെന്നെ അടിച്ചമർത്തിയാലും പ്രേക്ഷകരിലും ബിഗ് ബോസിനുമാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവരൊന്നും പറയുന്നതല്ല സത്യം എന്നുള്ളത് ജനങ്ങൾക്കറിയാം. അപ്പൊ രതീഷ് പറയുന്നുണ്ട്, ഇപ്പൊ നമ്മൾ ഈ സംസാരിക്കുന്നത് അപ്പുറത്തുള്ളവർ കേൾക്കുന്നുണ്ടാവും, എനിക്കത് ഒട്ടും പ്രശ്നമല്ല. അപ്പൊ നോറയും പറയുന്നുണ്ട്, എനിക്കത് പ്രശ്നമല്ല എന്ന്. തുറന്നു പറയുന്നതാണ് എപ്പോഴും നല്ലതെന്ന് രതീഷ് പറയുന്നു. ആ ചങ്കൂറ്റം കാണിക്കണമെന്ന് പറയുന്നു. രതീഷ് കളി തുടങ്ങി മക്കളെ, അതേ എനിക്ക് പറയാനുള്ളൂ. എല്ലാരും രതീഷിനെ പേടിച്ചും തുടങ്ങി. സിജോ ഇപ്പൊ കുറച്ചു മുമ്പ് രതീഷ് സൈക്കോ ഷമ്മി എന്ന് വിളിക്കുന്നത് കേട്ടു ലൈവില്. രതീഷ് മീശ സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞാണ് അത് പറയുന്നത്. ബേസിക്കലി പേടിയാണ് സിജോയ്ക്കൊക്കെ. ഗബ്രി, സായി, അഭിഷേക്, അർജുൻ, ഇവരുടെ ഈ ഒരു ബോയ് ഗ്യാങ് മൊത്തം പേടിച്ചിരിക്കുകയാണ്. ഇവരെല്ലാരും രതീഷിനെ പേടിക്കുന്നുണ്ട്. ഇവരെ എല്ലാരെയും തട്ടിൽ കയറ്റാൻ പോകുന്നത് രതീഷ് ആണെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. ഇവര് പറയുന്ന ഈ 2 അമ്മാവന്മാര്, ജിൻഡോ, രതീഷ്, അല്ലെങ്കിൽ അങ്കിളുമാര് കളി എന്താണെന്ന് പഠിപ്പിക്കും ഈ പയ്യന്മാരെ എല്ലാരെയും. അത് ഞാൻ അടിവരയിട്ട് പറയാം. അപ്പോൾ ടാസ്ക് തുടങ്ങാൻ പോവാണ്. യുദ്ധഭൂമി എന്നാണ് ടാസ്കിന്റെ പേര്. അതിന്റെ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.